കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ബാലിന്റെ ഗോമതിയുടെ അടുത്ത ആഴ്ച നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തെ നമ്മൾ കണ്ടു. ആനന്ദിന് പെണ്ണ് കാണാൻ വേണ്ടിയിട്ട് വീണാ മാഡത്തിന്റെ വീട്ടിലേക്ക് ബാലനും ഗോമതിയും മീനാക്ഷി ആകാശവും ഒക്കെ എത്തുകയാണ്. അങ്ങനെ പെണ്ണിനെ കണ്ട് സംസാരിച്ച് എല്ലാം ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്തു. പിന്നീട് കാര്യങ്ങളൊക്കെ സംസാരിക്കാനായിട്ട് അവരെല്ലാരും കൂടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം കല്യാണത്തെക്കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് പെട്ടെന്ന് വീണ ചോദിച്ചു, അല്ല ആനന്ദിന്റെ വിവാഹം എന്നാ ഇത്രയും കാലം താമസിച്ചെന്ന് ചോദിക്കുകയാണ്. ഈ സമയം ബാലൻ പറഞ്ഞു, അതെ കുറെ ആലോചനകളൊക്കെ വന്നായിരുന്നു, ഒന്നും അങ്ങോട്ട് സെറ്റ് ആയില്ല, അതുകൊണ്ടാന്ന് പറയാ. പെട്ടെന്ന് ഗോമതി ആടി പറഞ്ഞു, അവന് മംഗല്യോഗം ആയില്ലായിരുന്നു, അതുകൊണ്ടാന്ന് പറയാണ്. ശരി, ഞങ്ങൾക്ക് എന്താണെങ്കിലും ആനന്ദിനെ ഇഷ്ടപ്പെട്ടെന്ന് പറയാ. പിന്നീട് ആകാശിനോട് പറഞ്ഞു, എന്നാലും ആകാശിന് എന്താണ് ലോട്ടറി അടിച്ചേക്കുമല്ലേ, കാരണം മീനാക്ഷിയെ പോലെ നല്ലൊരു പെൺകുട്ടി, അതും ഗവൺമെന്റ് ജോലിക്കാരി. ഇന്നത്തെ കാലത്ത് ഈ കടയിൽ നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ ഇത്ര നല്ലൊരു ജോലിയുള്ള പെണ്ണിനെ കിട്ടാന്ന് പറഞ്ഞാൽ അത് ഭാഗ്യല്ലേന്ന് ചോദിക്കുക. ഇത് കേട്ടതും ആകാശിന് എന്താ പോലെ ആയിപ്പോയി. പെട്ടെന്ന് ആകാശം അതെന്താ കടയിൽ നിൽക്കുന്ന അത്ര താന്നു വലിയാന്ന് തോന്നുന്നുണ്ടോ, എല്ലാവർക്കും ഇപ്പൊ ഗവൺമെന്റ് ജോലി വേണം നിർബന്ധമുണ്ടോ എന്ന് ചോദിക്കുക. ഒരു നിമിഷം എല്ലാരും കൂടെ പെട്ടെന്നൊന്ന് ഞെട്ടിപ്പോയി. പെട്ടെന്ന് ബാലൻ ആകാശിനെ വിളിക്കുക, ആകാശ എന്ന് വിളിക്കുകയാണ്. അല്ല ഞാൻ പറയുന്നതിൽ എന്താ തെറ്റച്ചാ, ഇപ്പം മീനാക്ഷിക്ക് ഗവൺമെന്റ് ജോലി ഉണ്ടെന്ന് ഓർത്താ എനിക്ക് ഗവൺമെന്റ് ജോലി വേണം നിർബന്ധമുണ്ടോ എന്ന് ചോദിക്കുക. പെട്ടെന്ന് വീണ ചേച്ചി, അയ്യോ ആകാശം ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞല്ല, സോറി കിട്ടോന്ന് പറയണ. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും രണ്ടും പറഞ്ഞത് അവസാനം ആകെപ്പാടെ കുളമായിപ്പോയി. ഈ സമയം ആനന്ദ് പെട്ടെന്ന് ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു, എനിക്ക് തോന്നേ ഈ വിവാഹത്തിന് ഇവർക്ക് സമ്മതമല്ലെന്ന് തോന്നേ, അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെയൊക്കെ പറയേണ്ട കാര്യം ഉണ്ടായിരുന്നു ചോദിക്കുക. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പം ബാലൻ പറഞ്ഞു, ദേ ആനന്ദ് നീ ഒന്നും മിണ്ടാതിരിക്കാൻ പറയാണ്. അങ്ങനെ അവസാനം അവിടുന്ന് എല്ലാവരും കൂടെ ഇറങ്ങുകയാണ്. ഈ സമയത്ത് വീണ ചേച്ചി മീനാക്ഷി വിളിച്ചിട്ട് പറഞ്ഞു, മീനാക്ഷി ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞല്ലായിരുന്നു, പക്ഷേങ്കിൽ അത് ആകാശിന് വിഷമമാവെന്ന് ഞാൻ വിചാരിച്ചില്ലെന്ന് പറയാ. പെട്ടെന്ന് മീനാക്ഷി പറഞ്ഞു, അതൊന്നും കുഴപ്പമില്ല ചേച്ചി, പ്രശ്നമില്ല എന്ന് പറയാണ്. പിന്നീട് ബാലനും ഗോമതി അങ്ങനെ അവരെല്ലാരും കൂടെ അവിടെ നിന്ന് ഇറങ്ങുവാണ്. ഈ സമയത്ത് ആകാശിനോട് ഭയങ്കര ദേഷ്യം തോന്നി മീനാക്ഷിക്ക്, കാരണം നല്ലൊരു ആലോചനയായിരുന്നു, അത് പോയല്ലോ എന്ന് ഓർത്തിട്ട്. പക്ഷെ അവിടെ വെച്ചൊന്നും പറയാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് മീനാക്ഷി കൂടുതലൊന്നും പറഞ്ഞില്ല. ഈ സമയം ബാലൻ പറഞ്ഞു, ഞാൻ അപ്പോഴേ പറഞ്ഞ ഞാൻ വന്നിട്ടുണ്ട് ശരിയാവത്തില്ലെന്ന്, എനിക്ക് എന്തോ ജാതകദോഷം ഉണ്ടെന്ന് തോന്നേ, അതാ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് പറയാണ്. ഈ സമയം ഗോമതി പറഞ്ഞു, ഇല്ല ബാലേട്ടാ അന്ന് സാരമാക്കണ്ട. പെട്ടെന്ന് ആനന്ദ് പറഞ്ഞു, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ എനിക്കിപ്പോ വിവാഹം വേണ്ടെന്ന്, പറഞ്ഞ ആരും കേൾക്കത്തില്ല, ഇപ്പോഴെങ്ങനെയുണ്ടെന്ന് ചോദിക്കുകയാണ്. അങ്ങനെ അവരങ്ങോട്ട് ഇറങ്ങിയ സമയത്താണ് കിഷോറിന്റെ ഫോണിലേക്ക് അച്യുതൻ വിളിക്കുന്നത്. അച്യുതൻ വിളിച്ചു കഴിഞ്ഞപ്പോ കിഷോർ സംസാരിക്കുകയാണ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോ അച്യുതൻ പറഞ്ഞതേ, എന്റെ മോനെ അലോകനെ നിനക്ക് അറിയാൻ പാടില്ലെന്ന് ചോദിക്കുക. അറിയാം, അല്ല അവന്റെ കല്യാണം മുടങ്ങിയ കാര്യമൊക്കെ അറിയാലോ, അതും അറിയാന്ന് പറയാണ്. അല്ല കിഷോറിന്റെ മോളുണ്ടല്ലോ ശാരി, അപ്പൊ അങ്ങനെയാണെങ്കിൽ ശാരീനെ ഞങ്ങൾക്ക് കെട്ടിച്ചു തരുമോ, എന്റെ മോന് കെട്ടിച്ചു തരുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാ വിളിച്ചതെന്ന് പറയാം. ഇത് കേട്ടതും പെട്ടെന്ന് കിഷോർ ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞങ്ങളൊന്ന് ആലോചിച്ചിട്ട് പറയാന്ന് പറയാണ്. പിന്നെ ഫോൺ വെക്കുവാണ്. ആ സമയത്ത് വീണേച്ചി അങ്ങോട്ട് വന്നു. വീണേച്ചി ആരാ വിളിച്ചതെന്ന് ചോദിക്കുകയാണ്. അതെ അച്യുതനാന്ന് പറയണം. അച്യുതനോ, അതാരാ, അല്ല ഇപ്പൊ വന്നിട്ട് പോയില്ലേ, ബാലന്റെ ഭാര്യ ഗോമതി, ഗോമതിയുടെ ആംഗ്ലയാന്ന് പറയും. ഓ ഇപ്പൊ മനസ്സിലായെന്ന് പറയാം. അല്ല അവരെന്തിനാ വിളിച്ചേ, അല്ല നമ്മുടെ മോളെ ശാരീനെ അലോകിന് കല്യാണം കഴിച്ചു കൊടുക്കുമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇത് കേട്ടത് വീണ മാഡം പറഞ്ഞു, അതെങ്ങനെ ശരിയാവും, ഇപ്പൊ ഇത് കണ്ടിട്ട് പോയതല്ലേ ഉള്ളൂ. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞ ഇപ്പൊ തന്നെ കണ്ടില്ലേ, ഇത്ര പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് അവര് പോയത്, നീ സോറ് പറഞ്ഞിട്ട് അവര് കേൾക്കാൻ കൂട്ടാക്കിയിട്ടുണ്ടോ, അതുകൊണ്ട് ഇനി ഈ ബന്ധമായിട്ട് മുന്നോട്ട് പോകുന്നതിന് എനിക്ക് താല്പര്യമില്ലെന്ന് പറയണം. അല്ലെങ്കിലും ഇതിനേക്കാൾ നല്ലൊരു ബന്ധം അത്. അലോകിന് വിവാഹം കഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ മോള് എന്നും സേഫ് ആയിരിക്കും. ഇത് ചെറിയൊരു ജോലിയല്ലേ ഉള്ളൂ, പക്ഷെ കൃഷ്ണമംഗലംകാരല്ല, അങ്ങനെയല്ല, നല്ല പൈസ ഉള്ളതെന്ന് പറയണം. പെട്ടെന്ന് വീണ പറഞ്ഞു, എന്നാലും നമ്മൾ വാക്ക് പറഞ്ഞിട്ട് എന്ത് വാക്ക് പറയുന്ന പറയണേ, ഇനിയിപ്പൊ ഈ ആലോചനയായിട്ട് മുന്നോട്ട് പോകുന്നേക്കാളും നല്ലത് അലോകിന്റെ ബന്ധമായിട്ട് വിവാഹമായിട്ട് മുന്നോട്ട് പോകുന്ന നല്ലതെന്ന് പറയാണ്. പിന്നീട് വീണ ഒന്നും പറഞ്ഞില്ല. ഈ സമയത്ത് ആകെ പഴയ ടെൻഷൻ അടിച്ച് എല്ലാരും കൂടെ ദേവമംഗലത്തേക്ക് വരുന്ന ബാലനും ഗോമതി എല്ലാരും കൂടെ അങ്ങനെ അവര് വന്നു കയറിയപ്പോ ആരും ചെന്നിട്ട് ഗോമതിയുടെ ചെങ്ങനെയായമ്മേ കല്യാണമൊക്കെ ഉറപ്പിച്ചോന്ന് ചോദിക്കുക. ഇത് കേട്ടതും ഗോമതി ഒന്നും മിണ്ടിയില്ല. അമ്മ എന്താ ഒന്നും മിണ്ടായിരിക്കണെന്ന് ചോദിക്കുക. പെട്ടെന്ന് മീനാക്ഷി പറഞ്ഞു, അത് ശരിയാന്ന് തോന്നില്ലെന്ന് പറയണം. അതെന്താ അങ്ങനെ പറഞ്ഞേ, ഗോമതി എന്ത് ചെയ്യാനാ, അവനിപ്പം വിവാഹയോഗം ആയില്ലെന്നാ തോന്നിയെന്ന് പറയാം. ഈ സമയം ആരും പറഞ്ഞു, എന്താ അമ്മ ഉണ്ടായത്, എന്താ കാര്യം എന്താന്ന് ചോദിക്കുക. പിന്നീട് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറയാണ്. ഈ സമയം മീനാക്ഷി വന്നിട്ട് പറഞ്ഞു, ആകാശിന് ഇതിന് വല്ല കാര്യം ഉണ്ടായിരുന്നോ, വീണാമ്മയുടെ എത്ര വട്ടം സോറി പറഞ്ഞ, എന്നിട്ട് ആകാശ് അത് കേൾക്കാൻ കൂട്ടാക്കിയോന്ന് ചോദിക്കുക. ഇത് കേട്ടതും ആകാശിന് ദേഷ്യം വന്നു. ആകാശ് ദേഷ്യപ്പെട്ട് മുറിയിലേക്ക് അങ്ങോട്ട് കയറി പോവാ. മീനാക്ഷി വിടാൻ കൂട്ടാക്കില്ല. മീനാക്ഷി ആ പുറകെ അങ്ങോട്ട് ചെന്നു. എന്നിട്ട് പറഞ്ഞു, അല്ലെങ്കിലും നമ്മൾ താന്നു കൊടുക്കണ സ്ഥലത്ത് നമ്മൾ താന്നു കൊടുക്കണം ആകാശേട്ടാ, ഒന്ന് ചിന്തിച്ചു നോക്കിയേ, എത്ര നല്ലൊരു ആലോചനയായിരുന്നു ചോദിക്കുക. എന്നും പറഞ്ഞുകൊണ്ട് അവര് പറയുന്നെല്ലാം കേട്ട് നമ്മളവിടെ ഇരിക്കണമെന്നാണ് പറയണേ.
എനിക്ക് എന്തെങ്കിലും മനസ്സിലൊരു വിഷമം വന്നിട്ടുണ്ടെങ്കിൽ അത് ആരുടെ മുഖത്തേക്ക് ഞാൻ അപ്പൊ തന്നെ വിളിച്ചു പറയും, മനസ്സിൽ വെച്ചോണ്ടിരിക്കത്തില്ലെന്ന് പറയാം. ഇത് കേട്ടത് മീനാക്ഷി പറഞ്ഞു, അതിന് നമ്മൾ സമയവും സന്ദർഭമൊക്കെ നോക്കണ്ടേ. നല്ലൊരു ബന്ധം, ഇനിയിപ്പൊ ഇതുപോലെ എത്ര നല്ലൊരു ബന്ധം കിട്ടുമെന്ന് ചോദിക്കണം. വേണ്ട, ഇത് വേണ്ട, ഇതിനേക്കാളും നല്ലൊരു ബന്ധം എന്റെ ആനന്ദന് കിട്ടുമെന്ന് പറയാം. മീനാക്ഷി പറഞ്ഞു, കിട്ടും. എത്ര ആലോചന വന്നിട്ടാന്നറിയോ ഇതെങ്കിലും ഒന്ന് സെറ്റായത്. ഇനിയിപ്പൊ നാളെ ഞാൻ ആ വീണാമാടത്തിന്റെ മുഖത്ത് പോയി എങ്ങനെ നോക്കൂന്ന് ചോദിക്കാം. ഇത് കേട്ട ആകാശിന് പറഞ്ഞു, അത്രയ്ക്ക് നിനക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നീ മുഖത്ത് നോക്കണ്ടെന്ന് പറയും. മീനാക്ഷിക്ക് മനസ്സിലായി ആകാശ് ഉടക്കം മൈൻഡിലാന്ന്. ഈ സമയം ഗോമതി അങ്ങോട്ട് വന്നു. എന്താ എന്താ രണ്ടുപേരും കൂടി പ്രശ്നം എന്ന് ചോദിക്കുക. ഈ സമയം മീനാക്ഷി ഒന്നുമില്ല അമ്മേന്ന് പറയാണ്. പെട്ടെന്ന് ഗോമതി പറഞ്ഞു, അല്ല ഇനിയിപ്പൊ അതിനെക്കുറിച്ചൊന്നും ആലോചിക്കേണ്ട, കഴിഞ്ഞത് കഴിഞ്ഞെന്ന് പറയാണ്. ഈ സമയം ആനന്ദ് വല്ലാത്ത സങ്കടത്തിലായിരുന്നു. ആനന്ദിന് മനസ്സിലായി തന്റെ കല്യാണം എന്തായാലും ഉടനെ ഒന്നും നടക്കാൻ പോകുന്നില്ലെന്ന്. ഇനിയിപ്പം ഒരു പെൺകുട്ടി തന്റെ ജീവിതത്തിലേക്ക് വരുമെന്നും തോന്നുന്നില്ല. കാരണം എത്രയോ പെണ്ണ് കണ്ടു, ഒന്നും അങ്ങോട്ട് സെറ്റാകുന്നില്ല. ബാലന് അതിനേക്കാളും വലിയ വിഷമമാണ്. അങ്ങനെ ആനന്ദ് വിഷമിച്ച് ടെറസിന്റെ അവിടെ പോയി നിൽക്കുന്ന സമയത്ത് ബാലൻ അങ്ങോട്ട് വന്നു. ബാലൻ അങ്ങോട്ട് വന്നിട്ട് ആനന്ദിന്റെ കയ്യെ പിടിച്ചിട്ട് പറഞ്ഞു, അല്ല മോന് വിഷമായില്ലേന്ന് ചോദിക്കുക. ഇല്ലച്ചാ, വെറുതെ കള്ളം പറയണ്ട, എനിക്കറിയാം. ഇനി എന്താണ്, ഞാൻ നിന്നെ നിർബന്ധിക്കില്ല, നിന്റെ ഇഷ്ടം എന്താ വെച്ചാൽ നീ അത് ചെയ്തോളാൻ പറയാണ്. പെട്ടെന്ന് ആനന്ദ് പറഞ്ഞു, ഇല്ലച്ചാ, എനിക്ക് ചിലപ്പം കല്യാണ സമയം ആയി കാണത്തില്ല. കല്യാണ സമയം ആയി കഴിയുമ്പോൾ എവിടെ നേരം എനിക്കായിട്ടൊരു പെണ്ണ് വരും. അതിനു മുമ്പ് അച്ഛനും അമ്മേനും ധൃതി വെച്ച് എനിക്ക് വേണ്ടി പെണ്ണ ആലോചിക്കേണ്ട. ഇനിയിപ്പം ആകാശം ആര്യം കെട്ടിയെന്നോർത്ത് എനിക്കൊരു കുഴപ്പമില്ലെന്ന് പറയാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുറിയിലേക്ക് അങ്ങോട്ട് പോവാം. ഈ സമയം ബാലിന് വല്ലാത്ത വിഷമം വന്നു. അപ്പോഴാണ് ഗോമതി അങ്ങോട്ട് കയറി വരുന്നത്. ഗോമതിയെ കണ്ടതും ബാലൻ പറഞ്ഞു, എനിക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല ഗോമതി. ഓരോ ആലോചനകൾ വന്നു കഴിയുമ്പോൾ ഓരോ പ്രതീക്ഷകളാ, പക്ഷെ നമ്മുടെ എല്ലാ പ്രതീക്ഷകളും തെറ്റിപ്പോകാനുള്ളെന്ന് പറയാം. സാരമില്ല ബാലേട്ടാ, ഇനി അവനുള്ള വിവാഹം എപ്പോഴേലും നടക്കുമ്പോൾ നടക്കട്ടെ. നമ്മളായിട്ട് ഇനിയിപ്പോ ഒന്നിനും മുതിരണ്ട. ഇനിയിപ്പോ ദൈവമായിട്ട് അവര് നല്ല ആലോചന കൊണ്ടെത്തരും, അപ്പൊ നടത്തിയാൽ മതി. വെറുതെ നമ്മൾ ധൃതി വെച്ചിട്ട് കാര്യമില്ല. കല്യാണത്തിനൊക്കെ അതിൻ്റെതായ ഒരു സമയമുണ്ട്. അല്ലെങ്കിൽ തന്നെ ഒന്ന് ഓർത്ത് വയ്ക്കേ, ആന്റെ വിവാഹമൊക്കെ ഇത്രയും പെട്ടെന്ന് നടക്കുമെന്ന് നമ്മൾ സ്വപ്നത്തിൽ പ്രതീക്ഷിച്ച കാര്യമാണോ? അല്ലല്ലോ, അതൊക്കെ അങ്ങനെ നടന്നില്ലേ. ഇനി അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ടെന്ന് പറയാണ്. പിന്നീട് കാണിക്കുന്ന വൈകുന്നേരം ആന്റെ ദേഹം മുഴുവൻ നല്ല വേദനയുണ്ട്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, നല്ല വേദന എടുക്കുന്നുണ്ട്. ഈ സമയത്ത് മിത്ര വന്നിട്ട് ചോദിച്ചു, അല്ല എന്ത് പറ്റിയെന്ന് ചോദിക്കാൻ. ഒന്നുമില്ലാന്ന് പറയണം. മിത്രയ്ക്ക് മനസ്സിലായി നല്ല വേദനയുണ്ടെന്ന്. പിന്നീട് മിത്ര അടുക്കളയിലേക്ക് ചെല്ലുവാണ്. അടുക്കളയിൽ നിന്നിട്ട് ഗോമതിയുടെ കാര്യങ്ങൾ പറയാണ്. ഇത് കേട്ടപ്പോൾ ഗോമതി ഒരു കാര്യം ചെയ്യുക, നീ കുറച്ച് വെള്ളം എടുത്ത് നല്ല ചൂടുവെള്ളം എടുത്തിട്ട് അവരുടെ ദേഹത്തൊന്ന് പിടിക്കാൻ പറഞ്ഞു. ചൂടുവെള്ളം പിടിച്ച് കഴിയുമ്പോൾ കുറച്ച് വേദന ഒന്ന് മാറുമല്ലോ. ഒരു തുണി മുക്കി അങ്ങോട്ട് പിടിക്കാൻ പറയണം. മിത്രയ്ക്ക് ഒരു മടി. എന്താ മോളെ നീ എന്താ മിണ്ടാതിരുത്തെന്ന് ചോദിക്കണം. ഒന്നുമില്ലാന്ന് പറയണം. നീ പേടിക്കോ നാണിക്കോ ഒന്നും വേണ്ട, നിന്നെ കഴുതി താലി കെട്ടിയതല്ലേ, പിന്നെ നിനക്കെന്താ കുഴപ്പമെന്ന് ചോദിക്കും. പിന്നീട് മിത്ര ചൂടുവെള്ളമൊക്കെ ആയിട്ട് മുറിയിലേക്ക് വരുവാണ്. ഈ സമയം ആരും ചോദിച്ചു, ഇതെന്താന്ന് ചോദിക്കുവാണ്. ഇത് ചൂടുവെള്ളം, അമ്മ പറഞ്ഞു ഇതും കൊണ്ട് ചൂട് പിടിക്കാൻ പറയുന്നു പറയണം. അമ്മ പലതും പറയാം അങ്ങനെ, അതൊന്നും നീ കേൾക്കേണ്ട കാര്യമില്ലെന്ന് പറയണം. പെട്ടെന്ന് മിത്ര പറഞ്ഞു, അല്ല അപ്പച്ചി പറഞ്ഞിട്ടാ, അത് ഒരു കാര്യം ചെയ്യാം, ഞാൻ അപ്പച്ചിനെ വിളിക്കാം അല്ലെങ്കിൽ അച്ഛനെ വിളിക്കട്ടെ എന്ന് ചോദിക്കുക. എന്ത് ചെയ്യണം എന്നറിയത്തില്ല. ആര്യം പറഞ്ഞു, എന്ത് പണ്ടാരെയും കാണിക്കുക എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് അങ്ങോട്ട് കിടക്കുവാണ്. പിന്നീട് മിത്ര ചൂട് പിടിക്കാനും തുടങ്ങുക. ചൂട് ദേഹത്തേക്ക് വന്നപ്പോഴത്തേനും ഭയങ്കര പൊള്ളുന്ന പോലെയൊക്കെ തോന്നലുണ്ടാവുക. നീ ഇത് എന്തായി കാണിക്കുന്നേ, എന്നെ കൊല്ലാൻ തുടങ്ങുവാണെന്ന് ചോദിക്കും. പെട്ടെന്ന് മിത്ര പറഞ്ഞു, ഒന്ന് അടങ്ങിക്കിടക്കുക, ഇത് ചൂട് പിടിക്കണമെന്ന് പറയാണ്. അങ്ങനെ ഒരു വിധത്തിൽ ആരും കിടക്കുവാണ്. ഈ സമയം മീനാക്ഷി അപ്പുറത്ത് ഇരിപ്പുണ്ടായിരുന്നു. മീനാക്ഷി പറഞ്ഞു, അതെ ഇച്ചിരിയൊക്കെ വേദന സഹിക്കണമെന്ന് പറയാം. ഒന്നും അല്ലെങ്കിലും ഭാര്യയല്ലേ പിടിക്കുന്നേ, ഭാര്യ ചൂട് പിടിച്ചു കഴിയുമ്പോൾ അതൊരു സുഖമുള്ള കാര്യമല്ലേ ആര്യ, പിന്നെ നിനക്ക് എന്താ അത്ര ബുദ്ധിമുട്ടെന്ന് ചോദിക്കോ. ഇത് കേട്ടോ ആര്യം പറഞ്ഞു, പിന്നെ സുഖമുള്ള ഏർപ്പെട്, ഭാര്യയാണ് പോലും ഇവളാ, ഇവളെ ഭാര്യയായിട്ട് താൻ അംഗീകരിച്ചിട്ട് വേണ്ടേന്ന് പറയാണ്. പെട്ടെന്ന് മിത്രവൻ, ഇതൊന്ന് പതുക്കെ പറ, ആരെങ്കിലും കേട്ടോണ്ട് വന്നിട്ടുണ്ടെ പിന്നെ അത് മതി എന്ന് പറയണം. പിന്നെ എത്ര കാലം എന്ന് വെച്ചാൽ ഇങ്ങനെ സഹിച്ച് ക്ഷമിച്ചിരിക്കുന്നത്, ജീവിതകാലം മുഴുവനും ഇങ്ങനെ ഇത് തുടർന്ന് പോകാൻ എന്നെ കൊണ്ട് പറ്റില്ലെന്ന് പറയാം. പെട്ടെന്ന് ഗോമതി അങ്ങോട്ട് കടന്നത്, എന്താടാ ഒരു ഒച്ചപ്പാടും വേളെന്ന് ചോദിക്കാൻ. ഒന്നുമില്ലമ്മേ, നീ എന്തേലും പറഞ്ഞോന്ന് ചോദിക്കും. ഞാനൊന്നും പറഞ്ഞില്ല എന്ന് പറയണം. എന്നാ ശരി, അവിടെ അടങ്ങിക്കിടക്ക്, മിത്രമോള് ചൂട് പിടിക്കട്ടെ എന്ന് പറയാണ്. ഇതും പറഞ്ഞിട്ട് ഗോമതി അങ്ങോട്ട് പോവാണ്. ഗോമതി അങ്ങ് ചെന്ന് കഴിഞ്ഞപ്പോ മീനാക്ഷി ഇനിയൊക്കെ എന്തൊക്കെ ആവുമെന്ന് അറിയത്തില്ല, ഇപ്പൊ തന്നെ കണ്ടില്ലേ രണ്ടുപേരും കൂടെ കീരിയും പാവം പോലെയാന്ന് പറയാം. ഗോമതി പറഞ്ഞു, ഇതങ്ങനെ വിട്ടിട്ട് കാര്യമില്ല, രണ്ടുപേരും ഒന്നിപ്പിച്ചില്ലെങ്കിൽ മിക്കവാറും പണി കിട്ടുന്ന നമുക്കിട്ടായിരിക്കും എന്ന് പറയാം. മീനാക്ഷി പറഞ്ഞു, അത് ശരിയാമേ, എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റുള്ളൂ ഇവരെ രണ്ടുപേരും ഒന്നിപ്പിക്കാനായിട്ട് എന്ന് പറയണം. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ ഇന്ന് നമ്മൾ അടുത്ത ആഴ്ച കാണാൻ പോകുന്നത്. അത് മാത്രമല്ല കുറച്ച് ആര്യനും മിത്രമായിട്ടുള്ള കുറച്ച് കോമഡി രംഗങ്ങളൊക്കെ ഉണ്ട് ഇനി വരാൻ പോകുന്ന ആ രംഗങ്ങളൊക്കെയാണ്. അപ്പൊ അതിന്റെ വിശേഷമൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു. നന്ദി.